നല്ല മഴയും തണുപ്പും ഒക്കെ അല്ലേ. അപ്പൊ ഇന്ന് നമുക്കൊരു കള്ളി ഷാപ്പിലേക്ക് പോയാലോ. കള്ളി ഷാപ്പിൽ പോകുന്നതിൽ എന്താ വാർത്ത എന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. കള്ളി ഷാപ്പിന്റെ ഓണറിന്റെ പേര് ഉമേഷ് ഏട്ടൻ എന്നാണ്. ഉമേഷ് ഏട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കള്ളി ഷാപ്പിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഈ മുത്തശ്ശിയുടെ അടുത്ത് എന്തിനാ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാവും. കള്ളി ഷാപ്പിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഉമേഷ് ഏട്ടനെയാണ് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. ഉമേഷ് ഏട്ടൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കള്ളി ഷാപ്പും അതുപോലെ ഈ മുത്തശ്ശി കേട്ടോ. മുത്തശ്ശിയെ ഇവിടുത്തെ ഒരു നാടക ക്യാമ്പിന് വേണ്ടിയിട്ടും അങ്ങനെ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. പക്ഷെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടും സുന്ദരിയായിട്ടൊക്കെ ഇരുന്നത് കൊണ്ട് ഒന്ന് ഒരുമിച്ചിരുന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് കള്ളി ഷാപ്പിന്റെ വിശേഷങ്ങൾ കാണാൻ പോവാം. അപ്പൊ ഇതാ ഉമേഷ് ഏട്ടന്റെ കള്ളി ഷാപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉമേഷ് ഏട്ടൻ. ഉമേഷ് ഏട്ടാ, എത്ര നാളെടുത്ത് ഈ പണി പൂർത്തിയാക്കാൻ വേണ്ടി? 2 മാസം കൊണ്ട് ചെയ്തത്. ഉമേഷ് ഏട്ടൻ ഒരു സംഭവമാണ്, മജീഷ്യനാണ്. ഇതുപോലെ മിനിയേച്ചർ ഉണ്ടാക്കുന്നതിൽ പ്രഗത്ഭനാണ്. നേരത്തെ ഒരു അടുക്കളയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, പഴയ ചിമ്മിണിക്കൂടും അടുപ്പൊക്കെ ഉള്ള ഒരു അടുക്കള ഉണ്ട്. അതിന്റെ വീഡിയോയും കാണിച്ചു തരാം. അപ്പോ മാജിക്കിലേക്കൊക്കെ വന്നിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? മാജിക്കിലൊക്കെ 10-30 വർഷമായി. 10-30 വർഷമായി. ഞാൻ പറയുമായിരുന്നു നമ്മള് നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു കള്ളി ഷാപ്പിലേക്ക് പോവുകയാണ് എന്ന്. അപ്പൊ ശരിക്കും ആള് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് കള്ളി ഷോപ്പ് അല്ലെ. ലൈസൻസിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട്, കള്ളിന്റെ ബോർഡ് ഉണ്ട്, ക്യാനുണ്ട്, ദേശാഭിമാനി പത്രമുണ്ട്, ജയന്റെ ആവേശം സിനിമയുടെ പോസ്റ്റർ ഉണ്ട്. എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്? ഒരു പഴയ കള്ള് ഷാപ്പ്, എല്ലാം പഴമ നശിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, ഇപ്പോൾ ഹൈടെക് ആയി. കള്ള് ഷാപ്പിൽ ഹൈടെക് കള്ളി ഷാപ്പ്, ഇങ്ങനെ ഒരു കള്ള് ഷാപ്പ് കാണാനുണ്ടാവില്ല. അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ചെയ്തു. അപ്പൊ ഇതിലെ സാധനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കിയത്? ഈ ക്യാനൊക്കെ ഇങ്ങനെ ഫോം ബോർഡ്, കളിമണ്ണ്, തെർമോക്കോള് എല്ലാം വെച്ച് അതിന്റെ ചെറിയൊരു. അതെ, ഇതൊക്കെ ശരിക്കും ഓടാമ്പൽ അല്ലേ, നമ്മുടെ പഴയ വീട്ടിലൊക്കെ ഓടാമ്പൽ ടിൻ ഷീറ്റ് വെച്ചിട്ടതൊക്കെ. അതൊക്കെ അത്രയും പെർഫെക്ഷൻ ആണ്. ശരിക്കും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു കള്ളി ഷാപ്പിന്റെ ഒക്കെ ഓടാമ്പല് പോലെ. ഇതൊക്കെ എല്ലാത്തിന്റെയും അളവ് കൃത്യമായിരിക്കേണ്ടി വരും അല്ലെ? അളവ് കൃത്യമായിരിക്കും. ഇതിന്റെ അനാട്ടമി കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അത് വലിപ്പം തോന്നും. വലിപ്പം തോന്നും, നമുക്കതൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും അല്ലേ. അപ്പൊ ഇനിയിപ്പോ ഈ കള്ളി ഷാപ്പില് ആളൊക്കെ ഉണ്ടോന്നൊക്കെ ഒരു സംശയം ഉണ്ടോ? ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ട്, ഇതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ ആവശ്യമില്ലാണ്. ആളില്ല, പക്ഷെ ബാക്കി എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. പൊരിച്ച മീനടക്കം. ഇതൊക്കെ ഈ വാഴയിലും ഇതൊക്കെ എങ്ങനെയാ? അത് പേപ്പർ മേശയും ബെഞ്ചും ഒക്കെ അത് ഫോം ബോർഡ് എന്ന് പറയുന്നത്. ഫോം ബോർഡ്, ഫോം ഷീറ്റ് ഇത് കട്ട് ചെയ്ത് ഒട്ടിച്ച് അതിന് പെയിന്റ് ചെയ്യും. പഴയ മോഡൽ തോന്നിക്കുന്ന പെയിന്റ് അടിച്ച്. അതെ, ഈ സൈഡിലൊക്കെ കണ്ടു ശരിക്കും ചുമര് പൊട്ടിപ്പോയി കല്ലിങ്ങനെ കാണുവാണ്. ഡീറ്റെയിലിംഗ് ആണ് മെയിൻ. അപ്പൊ ഉമേഷ് ഏട്ടൻ എന്ന് പറയുമ്പോ നമ്മള് ഈ വീൽ ചെയറിലാണ്, പോളിയോ വന്നതാണ്. അപ്പോ ഈ കിട്ടുന്ന സമയങ്ങളൊക്കെ ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റി ആണല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കാൻ? നമ്മള് ഇപ്പം മാജിക് ആണോ അല്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ? മാജിക് ഷോസ് ഒക്കെ കിട്ടാറുണ്ട് അല്ലേ? ഈ അടുത്ത് ഏതാ ചെയ്തത്? അടുത്ത ഷോ ചെയ്തിട്ടുണ്ട്, പയ്യന്നൂരാണ് ചെയ്തത്. അപ്പൊ കുറെ കൂടി മാജിക് വേദികൾ ഒക്കെ ഉമേഷ് ഏട്ടനെ തേടിയെത്തട്ടെ. ഇതുപോലുള്ള ഒരുപാട് വർക്ക് ഉമേഷ് ഏട്ടന് ചെയ്യാൻ പറ്റട്ടെ. ഇത് ക്യാമറ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അടുക്കള കാണാം കേട്ടോ. ഇത് ഉമേഷ് ഏട്ടന് ഉണ്ടാക്കിയ ഒരു അടുക്കളയാണ്, പഴയ അടുക്കള. വെള്ളരിക്കൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്, ചിമ്മിണിക്കൂടുണ്ട്. ഉറി കണ്ടിട്ടില്ലാത്തവരുണ്ടാവുമെന്ന് അറിയില്ല, പുതിയ പിള്ളേരൊന്നും ചിലപ്പോൾ ഇങ്ങനെ ഉറിയില് നമ്മുടെ തൈരും ഇതൊക്കെ പണ്ട് കാലത്ത് കെട്ടിത്തൂക്കി വെക്കുന്ന മീനൊക്കെ കൊണ്ടുപോകാണ്ടിരിക്കാനും അല്ലെ, പൂച്ചയൊക്കെ കയറി കൊണ്ടുപോകാണ്ടിരിക്കാനും ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത കാലത്ത് ഇതാ അമ്മിക്കല്ലുകളാണ് നീട്ടി അരക്കാൻ പറ്റുന്നതും. ശരിക്കും ഉപയോഗിക്കുന്ന തൈര് ഇത് ചെരാപ്പലയാണ്. ഇനിയിപ്പോ ചെരവ ഇങ്ങനെ കാണുന്നില്ലല്ലോ അല്ലെ, എല്ലാരും നിന്ന് തിരിക്കുന്നതും കൈകൊണ്ട് തിരിക്കുന്നതും ഒക്കെയാണ് ചെരവ. ഇങ്ങനെ ഇരുന്ന് നമ്മള് പയ്യന്നൂരൊക്കെ ചെരാപ്പല എന്ന് പറയും. എന്തൊരു ഭംഗിയെ ശരിക്കും കാണാൻ വേണ്ടി. ഈ ചുമരൊക്കെ കെട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ കള്ളി ഷോപ്പിനാണെങ്കിലും അടുക്കളയ്ക്കാണെങ്കിലും തെർമോക്കോളാണ്. ഇത് നമ്മുടെ മേൽക്കൂര പനയോലയാണോ? അല്ല, സാധാരണ അതിങ്ങനെ മുറിച്ച് വെച്ചതുകൊണ്ട് ഞാൻ ഇത് പനയോലയാന്ന് കേട്ടാ. നല്ല ഭംഗിയുണ്ട്. ഈർക്കിലോണ്ടാണല്ലേ അപ്പൊ 2 മാസത്തെ കഠിനാധ്വാനമാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് വണ്ണിലൂടെയാണ് ഇത് ആളുകള് കാണുന്നത്. അവരത് ഏറ്റെടുക്കുമായിരിക്കും. ഇവിടെ ഇനിയും കൂടുതൽ ആളുകൾ ഇത് ചിലപ്പോ കാണാൻ വരുമായിരിക്കും. ഉമേഷ് ഏട്ടന് എന്താ അവരോടൊക്കെ പറയാനുള്ളത്?
വന്ന് കാണണം ആ ഒരു പഴമേന്റെ ആ. ഒരു ശൈലി. എല്ലാ സപ്പോർട്ടും തരണം. അപ്പൊ വലിയ വലിയ സന്തോഷം ഉമേഷ് ചേട്ടാ. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് മാജിക് വേദികൾ ഉണ്ടാവട്ടെ, ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ഉമേഷ് ചേട്ടന് ചെയ്യാൻ പറ്റട്ടെ, എനിക്ക് വീണ്ടും വീണ്ടും വന്ന് അതൊക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ കഴിയട്ടെ. ഒരുപാട് സന്തോഷം.